കേര കർഷകർക്കുള്ള സബ്സിഡി 40 രൂപയിൽ നിന്നും 350 രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ് നാളികേര വികസന ബോർഡ്. പുതുതായി തെങ്ങിൻ തൈകൾ നടുന്നവർക്കായാണ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. നഴ്സറികൾക്കും ആനുകൂല്യം ലഭ്യമാണ്. കേര കർഷകർ പരമാവധി ആനുകൂല്യം പ്രയോജനപ്പെടുത്തണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നാളികേര കൃഷി വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ട് നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന തെങ്ങിന്റെ പുതുക്ക കൃഷി പദ്ധതി ഗുണഭോക്താക്കൾക്കായുള്ള ധനസഹായം വർദ്ധിപ്പിച്ചു. 40 രൂപ ഏകദേശം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 350 രൂപയാണ് ലഭ്യമാക്കുന്നത്. അനുയോജ്യമായ കൃഷിയിടങ്ങളിൽ തുറസായ സ്ഥലത്ത് പുതിയ തെങ്ങിൻ തൈകൾ ശാസ്ത്രീയമായി നട്ട് കൃഷി വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതി. 1 ഹെക്ടർ സ്ഥലത്ത് പുതുക്ക കൃഷി നടത്തുന്നതിന് 56,000 രൂപ വരെയും ധനസഹായം ലഭിക്കും. 28,000 രൂപ വീതമുള്ള 2 തുല്യ വാർഷിക ഗഡുക്കളായാണ് ഇവ ലഭ്യമാക്കുന്നത്. 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും ആനുപാതികമായി ധനസഹായം ലഭ്യമാണ്. അതേസമയം നിലവിലുള്ള തോട്ടങ്ങളിൽ അടിത്തൈ നടുന്നതിന് ഈ ആനുകൂല്യം ബാധകമല്ല. നാളികേര വികസന ബോർഡ് കർഷകർക്കായിട്ട് തെങ്ങിന്റെ പുതുകൃഷിക്ക് വേണ്ടി സബ്സിഡി നൽകുന്നുണ്ട്. 2 വർഷത്തേക്ക് 350 രൂപ, അതായത് ഒരു വർഷത്തേക്ക് 175 രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. റബ്ബർ വെട്ടി പൊതുസ്ഥലത്തായിട്ട് കൃഷി നടത്തുന്നവർക്കും പുതിയ സ്ഥലത്ത് കൃഷി നടത്തുന്നവർക്കുമാണ് നമ്മൾ സബ്സിഡി തുക കൊടുക്കുന്നത്. ഓൾറെഡി തെങ്ങ് കൃഷിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നടുന്നവർക്ക് സബ്സിഡി ലഭിക്കുന്നതല്ല. അപ്പം ഈ സബ്സിഡി ലഭിക്കുന്നതിനായിട്ട് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അപേക്ഷാ ഫോം കിട്ടും. പരമാവധി 1 ഏക്കറിൽ 25,000 തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറികൾക്കും ധനസഹായം അനുവദിക്കും. തൈ ഒന്നിന് 45 രൂപ വീതമാണ് ധനസഹായം ലഭിക്കുക. പദ്ധതിയുടെ അപേക്ഷാ ഫോറങ്ങളും മറ്റും നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതലായ വിവരങ്ങൾക്ക് നേര്യമംഗലത്തുള്ള നാളികേര വികസന ബോർഡിന്റെ ഓഫീസിൽ 0485 255420 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.